കാലിലുണ്ടാകുന്ന വ്രണങ്ങൾ, ഈ നോൺ ഹീലിംഗ് ആയിട്ടുള്ള അൾസേഴ്സ്, പ്രമേഹമുള്ള ആളുകൾക്ക് വളരെ കോമൺ ആയിട്ടുണ്ടാകുന്നതാണല്ലേ. അപ്പം ഇത് വരുമോ എന്ന് നമുക്ക് വീട്ടിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു പരിശോധനയും ഇതിന്റെ പരിഹാര മാർഗത്തെക്കുറിച്ചുമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ധീരജ്. എപ്പോഴും നിങ്ങൾക്ക് പ്രമേഹ രോഗം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാലിന്റെ വെള്ള, ഈ കാൽ വെള്ള നമ്മുടെ കൈ കൊണ്ട് എപ്പോഴും ഇങ്ങനെ ഒന്ന് എക്സാമിനേഷൻ ചെയ്ത് നോക്കണം, ഒന്ന് തടവി നോക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത്, നമ്മുടെ തള്ളവിരലിന്റെ താഴത്തോ അതല്ലെങ്കിൽ ഈ ഉപ്പൂറ്റിയുടെയോ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയ കട്ടി തോന്നുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. കാരണം ആ ഭാഗത്ത് നമുക്ക് കൂടുതലായിട്ട് ബോഡി വെയിറ്റ് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ കട്ടി വെച്ചിട്ടുള്ളത്, തഴമ്പെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കാൽപാദത്തിലെ അസ്ഥികളുടെ അലൈൻമെന്റിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം കൊണ്ട് എന്ത് പറ്റും, ശരീരത്തിന്റെ ബോഡി വെയിറ്റ് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രം കൂടുതലായിട്ട് അനുഭവപ്പെടും. അപ്പൊ ആ ഭാഗത്ത് കൂടുതൽ സ്കിന്ന് ഡെവലപ്പ് ആകും. അങ്ങനെയാണ് ഈ തഴമ്പ് രൂപപ്പെടുന്നത്. പിന്നീട് ആ തഴമ്പ് അവിടെ നടന്നു പോവുകയും അവിടെ ചെറിയ അൾസർ, വ്രണങ്ങൾ രൂപപ്പെടുകയും ചെയ്യും. അത് ഹീൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും പ്രമേഹം ഉള്ളത് കൊണ്ട്. അത് പിന്നീട് കാല് മുറിച്ച് മാറ്റേണ്ട കോംപ്ലിക്കേഷൻസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഈ രീതിയിൽ നിങ്ങളുടെ കാലുകൾ എക്സാമിനേഷൻ ചെയ്ത് നോക്കുക. ഇത് വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, കാലിലേക്കുള്ള രക്തയോട്ടം കുറയുന്നത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ഈ രക്തയോട്ടം കുറയാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ എക്സർസൈസുകൾ, ന്യൂറോപ്പതിക്കുള്ള എക്സർസൈസുകളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ആയുർവേദത്തിൽ പറയുന്ന പല രീതിയിലുള്ള എണ്ണകളുണ്ട്, അത് വെച്ചുകൊണ്ടുള്ള മസാജുകൾ ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്.